എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് നാളുകളായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നിങ്ങനെ വിചാരിക്കുന്നു. എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത് ആൾക്കാരെ ഏത് സെൻസിലെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ആൾക്കാരെന്ത് വിചാരിക്കും, അത് ചെയ്യണോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാനങ്ങനെ മിണ്ടാതിരിക്കണ്ട എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അത് പറയണമെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് സംതിങ്, റൈറ്റ്? നമ്മളങ്ങനെ പറയാതെ മാറ്റി വെച്ചിട്ട് അയ്യോ അന്ന് പറയാമായിരുന്നു, ആർക്കെങ്കിലും പറയാമായിരുന്നു, ആർക്കെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കുറേ കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഇത്രയും നാളത്തെ എൻ്റെ ജീവിതം വെച്ച് ഞാൻ കണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ല, പക്ഷേ ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ ലൈഫ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, ഇത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, എന്തുമാത്രം ആൾക്കാർ സ്വന്തം സെൽഫിഷായിട്ട് മാത്രം ചിന്തിക്കുന്ന കുറച്ച് കൂട്ടം ആൾക്കാർ. എൻ്റെ കുടുംബം, എൻ്റെ കുടുംബം സേഫ് ആവുക എന്നാൽ എല്ലാം ശരിയായി, ചുറ്റുമുള്ള എന്ത് നടക്കുന്നതും അറിയണ്ട, നമ്മളതിനെക്കുറിച്ച് പറയണ്ട എന്ന് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. അങ്ങനെ തന്നെ നമ്മൾ പണ്ട് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് എത്രയോ വർഷങ്ങൾ പല ഇൻവേഡേഴ്സുമായിട്ട് പൊരുതിയതിന് ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പോട്ടെ, അവർ വന്ന് എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ, നമുക്ക് അല്ലെങ്കിൽ മറ്റവൻ ചെയ്യട്ടെ, നമുക്കൊന്നും പറയണ്ട, നമ്മുടെ വീട്ടിൽ വന്ന് അവരൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും ഇന്ത്യ വല്ലവരുടെയും കീഴിൽ അടിമപ്പെട്ട് കിടന്നേനെ. അങ്ങനെ ചിന്തിക്കാതെ അവനവൻ്റെ ആത്മാഭിമാനത്തിന് വേണ്ടി പൊരുതിയുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. പല കാര്യങ്ങളും നോക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, അന്നത്തെ ആ രാജാക്കന്മാരുടെ കാര്യം. ഇപ്പം നമ്മൾ അട്രോസിറ്റീസ് നോക്കുമ്പോൾ അന്നത്തെ രാജാക്കന്മാരുടെ കാലത്ത് എന്നുവെച്ചാൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നപ്പോൾ അവർ അതിനെ ചൂഷണം ചെയ്ത് പവർലെസ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സെയിം തിങ് ഹാപ്പൻഡ്. അപ്പോൾ അവരെയും കാട്ടി പവറുള്ള ഇൻവേഡേഴ്സ് വന്നപ്പോൾ അവരത് പിടിച്ചടക്കി. അപ്പം ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാൻ ഈ ഫസ്റ്റ് ഇതിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് സംസാരിക്കാനുള്ള കുറേ നമുക്കെല്ലാം ഒരുമിച്ച് പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യമേ എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത് ഹിന്ദു കമ്മ്യൂണിറ്റിയോടാണ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്. ഇപ്പോൾ ഞാൻ കാണുമ്പോൾ ഇപ്പോഴും ഈ നമ്മൾ ഇപ്പം ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പോലും ഞാൻ ഒരിക്കൽ പോലും വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ വോട്ട് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നതായിരിക്കും ശരി. എന്ന് വെച്ചാൽ പഠിത്തം കഴിഞ്ഞു, പിന്നെ ജോലിയുടെ തിരക്കായി, ജോലി കിട്ടുന്നതിൻ്റെ തിരക്കായി, പിന്നെ ജോലിയുടെ ഭാഗമായിട്ട് വിദേശത്തേക്ക് പോകേണ്ടി വന്നു. അപ്പം നമ്മുടെ ഒരു സിറ്റിസൻ്റെ ഒരു ഡ്യൂട്ടി ചെയ്യണം, അത്രയ്ക്കുള്ള വിവരമൊന്നും അന്നില്ലായിരുന്നു. കൂടുതൽ നമ്മൾ ഈ നമ്മുടെ എന്താണ് ചുറ്റും നടക്കുന്നത്, എന്താണ് രാഷ്ട്രീയം എന്നൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കോൺഗ്രസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിൻ്റെ പാർട്ടിയാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ക്രിസ്ത്യൻസിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ എനിക്കതിലൊന്നും ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഒന്നും വീടുകളിൽ അങ്ങനെയുള്ളൊരു സംസാരങ്ങളൊന്നും നടന്നിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയും രാഷ്ട്രീയം പറഞ്ഞ്
ഈ എന്താണ് നമ്മുടെ ഇലക്ഷൻ്റെ സമയത്ത് അവർ വന്ന് അവർ തമ്മിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതിൽ തർക്കങ്ങൾ നടക്കുന്നത് കണ്ടു. അച്ഛൻ കമ്മ്യൂണിസവും അമ്മ കോൺഗ്രസ്സുമാണ്. അപ്പം ഞാൻ പിൽക്കാലത്ത് അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്തുകൊണ്ട് കോൺഗ്രസ് എന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു, അയ്യോ അത് നമ്മുടെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി അങ്ങനെ അല്ലാതെ അവരെന്താണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തത് ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെയായിരുന്നു മാക്സിമം നമ്മുടെ ആൾക്കാരെന്ന് വെച്ചാൽ, കോൺഗ്രസ് ആണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഇപ്പം കാണുന്ന കോൺഗ്രസ് അല്ല നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അന്ന് ഉണ്ടാക്കിയ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ട് അതിനെ ഡിസോൾവ് ചെയ്യണമെന്നായിരുന്നു ഗാന്ധിക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ എവിടെയോ വായിക്കുകയോ കേൾക്കുകയോ എന്തോ ചെയ്തിട്ടുള്ളത്. വാട്ടെവർ. അന്ന് നമുക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരണപ്പെട്ട എത്ര പേരെ നമുക്കറിയാം. എത്രയോ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, എത്ര പേരുടെ ജീവിതം നശിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാവുന്നൊരു ഗാന്ധി ഫാമിലി. ഇറ്റ്സ് ഓക്കെ, അവരെ ഓർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അവരെന്താണ് നമുക്ക് ചെയ്തത് അതൊന്നും അറിയാതെയാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. പിന്നെ പക്ഷേ ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിലും എനിക്ക് ഭയങ്കര നാഷണലിസം ഉണ്ടായിരുന്നു. വെച്ചാൽ എൻ്റെ കൺട്രിയെക്കുറിച്ച് ആരെങ്കിലും മോശം പറയുന്നത് എനിക്ക് നമ്മുടെ ആൾക്കാർ തന്നെ മോശം പറയുമ്പോൾ എനിക്കതിൽ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു രാജ്യത്തിലെ പൗരന്മാരാണെന്ന് നമുക്ക് തോന്നേണ്ടത് നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തു വരുമ്പോഴാണ്. പക്ഷെ പുറത്ത് വന്നിട്ടും അവിടെ ഞാൻ മലയാളി, ഞാൻ തമിഴൻ, ഞാൻ കന്നഡ, തെലുങ്ക്, പിന്നെ അതുമാത്രമല്ല അതിനകത്ത് തന്നെ പിന്നെ മതസംഘടനകൾ, പിന്നെ അതിൻ്റെ അകത്ത് ജാതി സംഘടനകൾ. എനിക്കത് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യക്കാർക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ കറുത്തതോ വെളുത്തതോ ഏത് നിറമുള്ളവരോ ആയിക്കോട്ടെ, നമ്മളെ അവർ ഇന്ത്യൻസ് എന്നാണ് കാണുന്നത്. നമ്മളെല്ലാവരും ഇന്ത്യൻസാണ് അവർക്ക്. നമ്മളിനി ഇപ്പോൾ ഏത് സിറ്റിസൺഷിപ്പ് എവിടെ എടുത്തെന്ന് പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഇന്ത്യൻസാണ് അവരുടെ മുന്നിൽ. പിന്നെ ഒരു കാര്യം, ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത്, നമുക്കിപ്പം ഹിന്ദുസിന് എന്തെങ്കിലും ഒന്ന് പ്രശ്നം ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓടിപ്പോകാൻ പോലും ഒരു സ്ഥലമില്ലല്ലോ, വേറൊരു രാജ്യമില്ലല്ലോ. നേപ്പാൾ ഉണ്ടായിരുന്നു, പക്ഷെ നേപ്പാളും കണക്കായി. ആ സമയത്ത് ക്രിസ്ത്യൻസിനാണെങ്കിൽ എല്ലാ യൂറോപ്യൻ കൺട്രീസും, US, കാനഡ എല്ലാ കൺട്രീസും ഉണ്ട്. മുസ്ലിംസിനാണെങ്കിൽ കുറേ കൺട്രീസുണ്ട്. ഇതായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് റീസെൻ്റ്ലി മനസ്സിലായി, ഇത് നമ്മൾ ഏത് റിലിജ്യനാണെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ നമ്മുടെ രാജ്യം മാത്രമേ ഉള്ളൂ. അത് ഏത് റിലിജ്യനാണെങ്കിലും അത് മനസ്സിലാക്കാതെ ജീവിക്കുന്നവരാണ്. അത് മനസ്സിലാക്കാതെ നമ്മുടെ രാഷ്ട്രത്തിനോട് ഒരു നന്ദിയില്ലാതെ, ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ എല്ലാവരും കൊടുത്ത ടാക്സ് മണി വെച്ചിട്ടുള്ള ഇപ്പം നമ്മുടെ ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇപ്പം എന്നെപ്പോലുള്ളവരൊക്കെ പഠിച്ചിട്ട് വന്നത്. ഒന്നും ചെയ്തില്ലെങ്കിലും മിനിമം രാഷ്ട്രത്തിനെ സ്നേഹിക്കുക. നമ്മുടെ ആ പെറ്റമ്മ പോലെയല്ലേ, ആ ഒരു സ്നേഹിക്കുക എന്നുള്ളൊരു മിനിമം സാധനം നമ്മൾ ചെയ്യണം. അത് പക്ഷേ മിക്കവർക്കും ആ നാഷണലിസ്റ്റ് ചിന്താഗതിയില്ല. നാഷണലിസ്റ്റ് ചിന്താഗതി ഉള്ളവരെ ഇപ്പോൾ സംഘികളെന്നാണ് വിളിക്കുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ അമ്മയുടെയൊക്കെ കുടുംബത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇവർ എന്തോ യോഗയോ അങ്ങനെയുള്ള എന്തോ ഒരു പരിപാടി, അതെന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു പണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് RSS ആയിരുന്നു, അവരുടെ ശാഖയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മയുടെ ഒരു സഹോദരൻ RSSൻ്റെ പ്രവർത്തകനായിരുന്നു. അപ്പം മാമനൊരിക്കൽ ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൽ
വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കൊന്ന് വാജ്പേയിയോ ആരോ വരുന്ന സമയത്ത്, അത് വാജ്പേയിനെ ആണ്ടേ കൊല്ലത്താണ്ടേ അങ്ങനെയാണ്ടേ. അപ്പോൾ അതിനു വേണ്ടി മാമൻ അവരുടെ ആ ഒരു യൂണിഫോം ഉണ്ടല്ലോ, ഒരു കാക്കി ആ ഒരു എന്തോ ഷോർട്ട്സും പിന്നെ വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു വടിയൊക്കെ ആയിട്ടൊക്കെ വരുന്നത് അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് യെസ് എന്തോ ഈസ് പാർട്ട് ഓഫ് ഏതോ ഒരു ഓർഗനൈസേഷൻ, അത്രേ എനിക്കറിയാവുള്ളൂ. നമ്മളൊന്നും അങ്ങനെ നമ്മുടെ വീട്ടിലൊന്നും ഒരിക്കലും ഈ ജാതിയെക്കുറിച്ചുള്ള സംസാരവും മതത്തിനെ കുറിച്ചുള്ള സംസാരവും രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള സംസാരവും നടന്നിട്ടില്ല. നമ്മളെല്ലാവരെയും ഒരുപോലെ കാണാനാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെയായിരുന്നു. ഞാൻ അങ്ങനെയാണ് എല്ലാവരും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട്സിനെ പോലും ഞാൻ അങ്ങനെ ഇവർ ഇന്ന ജാതി അതുകൊണ്ട് അതിങ്ങനെ ഭയങ്കര തേങ്ങ അങ്ങനെയൊന്നും നമുക്കങ്ങനെ ഒരു വേർതിരിവൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരും എൻ്റെ പ്രായത്തിൽ, ഞാൻ 80s കിഡാണ്. പ്രായത്തിലുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയ്ക്കും പിന്നെ എന്താണ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു വേർതിരിവൊന്നും അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ പേരുകൾ വെച്ചിട്ട് നമുക്ക് ഇത് ഒരു ഹിന്ദു, മുസ്ലിം എന്നുവെച്ചാൽ മുസ്ലിംസിൻ്റെ പേര് പെക്യുലർ ആണല്ലോ. ഇപ്പം എൻ്റെ കൂടെ പഠിച്ചതിൽ എനിക്ക് ഒരു കുട്ടി മാത്രമേ ഉള്ളായിരുന്നു, സെലീന എന്ന് പറഞ്ഞ്. സെലീന എന്നായിരുന്നു അവൻ്റെ പേര്, സെലീന. ലാസ്റ്റ് നെയിം പോലും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കത്തില്ലല്ലോ. നമ്മളെപ്പോഴും ഫസ്റ്റ് നെയിം വെച്ചിട്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് നെയിം പോലും നമ്മൾ മേനോനാണോ നായരാണോ പിന്നെ ജോർജ് ആണോ കുര്യനാണോ ഒന്നും നമ്മൾ നോക്കത്തില്ല. നമ്മൾ ഫസ്റ്റ് നെയിം വെച്ചിട്ടാണ് എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും ഒക്കെ ഓൾമോസ്റ്റ് ഒരുപോലത്തെയൊക്കെ പേരുകളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എന്താ മറ്റേ ആംഗ്ലോ ഇന്ത്യൻസിനാണ് കുറച്ചും കൂടെ ഒരു ആംഗ്ലിക്കൽ നെയിംസൊക്കെ വന്നിട്ടുണ്ട്. മറ്റേതൊക്കെ ഇപ്പോൾ ധന്യയിൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നെയിം ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ നെയിം ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള പേരുകളായിരുന്നു. തട്ടം പോലും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കൂടെ പഠിച്ച സെലീനയൊന്നും തട്ടം പോലും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും. പൊട്ടില്ല. ചില ക്രിസ്ത്യൻസും പൊട്ട് വയ്ക്കത്തില്ലായിരുന്നു. ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഈ നോമ്പിൻ്റെ സമയത്ത് അവളിങ്ങനെ ഒന്നും ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ നിന്ന് പോകുന്ന ആ ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. പക്ഷേ നമ്മളൊന്നും അത് വലുതായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ബിക്കോസ് ഓൺലി 1 person was there. ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിവുകളൊന്നുമില്ല. പിന്നെ ഞാനെപ്പോഴും വിചാരിക്കുമായിരുന്നു, എനിക്കൊരു വീട് ഉള്ളപ്പോൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ഒരു വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ക്രിസ്ത്യൻ, ഇപ്പുറത്തെ സൈഡിൽ മുസ്ലിം ആണെങ്കിൽ ഇവരുടെ ഇപ്പം നമ്മുടെ ഓണത്തിനും വിഷുവിനുമൊക്കെ നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം. അവരുടെ പെരുന്നാളിനും ക്രിസ്മസിനൊക്കെ അവർ നമുക്ക് ഫുഡ് തരും. എന്നുവെച്ചാൽ ഞാനൊരു ഫുഡ് ലവറാണേ, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു. പിന്നെ അന്ന് ഈ അമേരിക്കയിൽ ആ 9/11 നടക്കുന്ന സമയത്ത് പോലും നമ്മൾ ഞാൻ പറഞ്ഞ ഏതൊക്കെയോ കുറച്ച് വിവരമില്ലാത്തവന്മാർ ചെയ്തതിൻ്റെ പേരിൽ ബാക്കിയുള്ള പാവം മുസ്ലിങ്ങളെ കൂടി ഇവന്മാർ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുമല്ലോ എന്നൊക്കെയാണ് നമ്മൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. വെച്ചാൽ പിന്നെ കുറേയൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പെർസെപ്ഷനൊക്കെ, നമ്മൾ കേൾക്കുന്ന ന്യൂസ്, നമ്മുടെ മീഡിയ ഭയങ്കര ബയാസ്ഡാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ റീസെൻറ്റ് ഇയേഴ്സിലാണ്. അവരുണ്ടാക്കിയേക്കുന്ന ഒരു നറേറ്റീവിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ മെയിനായിട്ട് എനിക്കിപ്പം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഒരു സമ്മറി ഓഫ് എൻ്റെ കുറേ തോട്ട്സ്. അപ്പോൾ എനിക്കിത് ഡോക്യുമെൻ്റ് ചെയ്യണം. ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുവാണെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ ഒന്ന് പ്രേരിപ്പിക്കുക. അതാണ് എനിക്ക് മെയിനായിട്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, എനിക്ക് മെയിനായിട്ട് എനിക്കൊരു നമ്മുടെ
വിമന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി ഒക്കെ കുറച്ച് സംസാരിക്കണമെന്നുണ്ട്. അതിന് അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇനി അടുത്തടുത്ത ഒരു ഇതായിട്ട് സംസാരിക്കാം. പക്ഷെ ആദ്യം എനിക്കിപ്പോൾ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. സി, നിങ്ങൾ ഏത് പാർട്ടിയിൽ വേണമെങ്കിലും വിശ്വസിച്ചോ. ദാറ്റ് ഈസ് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ എന്താ പറയുക, അവരവരുടെ ഇഷ്ടമാണ്. ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജായിട്ട് കാണുന്നത്, നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല. നമുക്ക് എന്തും ചെയ്യാം. നമുക്ക് ഇപ്പം ഇന്ന ദിവസം അമ്പലത്തിൽ പോകണമെന്നോ, അമ്പലത്തിൽ പോയില്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകുന്നു, അങ്ങനെയുള്ള പേടിപ്പെടുത്തലുകളൊന്നുമില്ല. പക്ഷേ ആ കെട്ടുറപ്പില്ലാത്തത് കൊണ്ട് ഉള്ള ദോഷങ്ങളുമുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് വയ്യ, അവർക്ക് എന്തെങ്കിലും പൈസ സംഘടിപ്പിക്കണം, അങ്ങനെയൊക്കെ ഉള്ള മെസ്സേജസൊക്കെ വരുമ്പോണ്ടല്ലോ, അതൊരു മുസ്ലിം കുട്ടിയാണെങ്കിൽ വിത്തിൻ ആൻ അവർ അവരൊരു 10 ലക്ഷം രൂപയെങ്കിലും മറിഞ്ഞു വരും ഹെൽപ്പ് ചെയ്യാൻ. അത് ചിലപ്പം ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് ചിലപ്പോൾ അതൊരു 1 ലക്ഷമായിരിക്കും, ബട്ട് സ്റ്റിൽ ഉണ്ടാകും. പക്ഷെ ഞാൻ അതേ സെയിം തിങ് നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ കാണുന്നില്ല. ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കുന്നത് നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ ആത്മാഭിമാന കൂടുതൽ കൊണ്ടാണ്. മനസ്സിലായി? ആത്മാഭിമാന കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള, അത് കുറേയൊക്കെ എനിക്ക് തോന്നാറുണ്ട്, എല്ലാ മനുഷ്യരെയും ഇപ്പം നമ്മുടെ നാട്ടിൽ ഓരോ വീട്ടിലും ഒരാളെങ്കിലും വെച്ചും നാട്ടിൽ നിന്ന് പുറത്ത് പോയി കുറച്ച് നാൾ ജീവിക്കണം. എന്നുവെച്ചാൽ ഇന്ത്യയുടെ പുറത്ത് പോയി കുറച്ച് നാൾ ജീവിക്കണം. നമ്മൾ അങ്ങനെ ഒന്ന് ജീവിച്ചത് കുറച്ചെങ്കിലും നമ്മളൊരു ലോകം കണ്ട്, എവിടെയാണെങ്കിലും, ദുബായിലാണെങ്കിലും എവിടെയാണെങ്കിലും, അത് എല്ലാ കുടുംബത്തിലും ഒരാളെങ്കിലും വെച്ച് ചെയ്യുമ്പോൾ അയാൾ തിരിച്ച് വന്നിട്ട് അയാൾ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയല്ല, നമ്മളിങ്ങനെ, കുറച്ച് അവരുടെ സിവിക് സെൻസ് മാറും, കുറച്ച് കാര്യങ്ങൾ മാറും. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടായി പണ്ട് നമ്മൾ പറയും, തമിഴ്നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വന്ന് അവരായിരുന്നു ജോലിക്ക് വരുന്നത്. അത് പിന്നെ ഇപ്പം ബംഗാളികളായി. നമ്മൾ ആക്ച്വലി ഈ വെളിരാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ ആൾക്കാർ ചെയ്യുന്നതും ഈ ബംഗാളികൾ ചെയ്യുന്ന പണി തന്നെ ആയിരുന്നില്ലേ? അത് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ എല്ലാവരും എന്തോ അല്ല, ഇതൊക്കെ ഇപ്പം എനിക്കിതിരുന്ന് പറയാം. നമ്മുടെ നാട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെയും ചിന്താഗതി വളരെ സങ്കുചിതമായിരിക്കും. നമ്മളൊരു പൊട്ടക്കിണറ്റിലെ തവളെ പോലെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഒന്ന് വെളിയിൽ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ ലോകം നമ്മൾ കണ്ടതല്ല, കുറച്ചും കൂടെ വലുതാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമല്ല, നമ്മൾ ഭയങ്കരമായിട്ട് മുറുകെ പിടിക്കുന്ന കുറേ കാര്യങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള സാധനങ്ങൾ. ഇപ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളും പലർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എന്തോ ഞാൻ പണ്ടേ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. ഇപ്പം എൻ്റെ അമ്മ തന്നെ ഇപ്പം നമ്മുടെ ആ 3 ഇഡിയറ്റ്സ് സിനിമയില്ലേ, ആ 3 ഇഡിയറ്റ്സ് സിനിമയിൽ ആ ശർമാൻ ജോഷി, അയാളെപ്പോലെയായിരുന്നു ഞാൻ. കുറേ ചരടും കുറേ ഇതെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഒരു വിശ്വാസം വേണം. അത് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അതിനകത്ത് നമ്മൾ ഈ കുറേ ഇതൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ദൈവമില്ലെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പല വെളിയിലത്തെ രാജ്യങ്ങളിലൊക്കെ ഈ കുട്ടികളെ അവർ കോളേജിലായി കഴിയുമ്പോൾ തന്നെയുണ്ടല്ലോ അവർക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാൻ 18അല്ല, എനിക്കൊന്ന് 13 വയസ്സ് തൊട്ടാ കണ്ടേ അവർക്ക് ഈ പേപ്പർ ഇടാൻ പണ്ട് ഈ പേപ്പർ, ഇപ്പം ഞാനധികം കാണുന്നില്ലത്, ഉണ്ടായിരിക്കും ഇപ്പോഴും. അവർ ഈ വാഗണിനകത്ത് ഇങ്ങനെ പേപ്പർ കൊണ്ടുപോയി പേപ്പർ അവർക്ക് ഈ $5 $10 അങ്ങനെ ഉണ്ട് കിട്ടുമായിരുന്നു. നമുക്ക് അങ്ങനെയുള്ള എന്ന് വെച്ചാൽ നമ്മൾക്ക് ആൾക്കാർ കൂടുതലാണ്, അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ഈ കുട്ടികൾ, ഈ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഇവിടെയുള്ള കുട്ടികൾ തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഈ പാർട്ട് ടൈം ജോബ്സ് ചെയ്യും. എന്തുവാ ജോബ്സ്? അവരുടെ ചിലപ്പോൾ ഹോട്ടലിലായിരിക്കും, വെയിറ്റ് ചെയ്യുമായിരിക്കും, വെയിട്രസ്സായിട്ടോ വെയിറ്ററായിട്ടോ. അപ്പോൾ അവർക്ക് പാത്രം കഴുകുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യണം, സെർവിങ് ചെയ്യണം, അവിടെ ക്ലീൻ ചെയ്യണം, ഇതൊക്കെയാണ്. അതിലൊന്നും അവർക്കതൊരു പ്രശ്നമല്ല. നമ്മൾ പറയും അക്ഷയ് കുമാർ കാനഡയിലായിരുന്നല്ലോ ആൾ. ഒരു ഞാനൊക്കെ പണ്ട് കേട്ടത്, എൻ്റെ യങ് ഇയേഴ്സിൽ കേട്ടത്, ആൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിൽക്കുമായിരുന്നു. ഇപ്പോൾ കണ്ട ആൾ ഭയങ്കര, നമ്മളത് അയ്യോ അയാൾക്കൊന്നും ഇല്ലാതെ, അത് ഇപ്പോഴും എനിക്ക് മനസ്സിലായി അതല്ല കാര്യം. ആളിവിടെ ജനിച്ച് വളർന്നപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ പഠിക്കാൻ നേരത്ത് വല്ലതും ഇങ്ങനെ ചെയ്തതായിരിക്കാം, മനസ്സിലായോ? അത് നമുക്കത് എങ്ങനെയാണെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. നമുക്ക് പക്ഷെ ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യുക, ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. അപ്പം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ എന്തുകൊണ്ടാണ് ഇത്രയും സൂയിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാഭിമാനം. വേറൊരാൾ എന്ത് പറയും, നമുക്ക് എപ്പോഴും ഇതാ, വേറൊരാൾ എന്ത് പറയും നമുക്ക്, അല്ലാതെ നമുക്ക് എന്ത് എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്, വേറെ ഒരാൾ എന്ത് പറയും. ആ ചിന്ത നമ്മൾ ഫസ്റ്റ് മാറ്റണം. അങ്ങനെ നമ്മൾ ഏത് ജോലി, നമ്മൾ മാന്യമായിട്ടുള്ളൊരു ജോലിയാണോ നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ ഉള്ള ഒരു വരുമാനമാണോ നമുക്ക് കിട്ടുന്നത്, എന്നാൽ അതിലൊരു പ്രശ്നവുമില്ല. അത് ആരെയും നമ്മൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ കഷ്ടപ്പെട്ട്, ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ പാത്രം കഴുകാനോ, അല്ലെങ്കിൽ ഒരു വീട്ടിൻ്റെ ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചേച്ചി വരുമായിരുന്നു ഞങ്ങൾക്ക് ക്ലീനിങ്ങിന് വേണ്ടി. ആ ചേച്ചി വന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട്, ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്, 15 മിനിറ്റ് കൊണ്ട് ചേച്ചി ഇങ്ങനെ പടപടേന്ന് തുടച്ചുകൊണ്ട് പോകും. പക്ഷേ വൃത്തിയൊന്നും ആവത്തില്ല. പക്ഷെ നമുക്കൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു വൃത്തിയിൽ ഇതാവും. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ എന്തിനാ 2000 രൂപ കൊടുക്കുന്നേ, ഞാൻ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കാമല്ലോ, സാറ്റർഡേ സൺഡേ വൃത്തിയാക്കാം. പക്ഷെ അത് ഞാൻ എക്സ്ട്രാ ഒരു ബേർഡൻ എൻ്റെ ഇടുന്നതാണ്. അപ്പോൾ ആ 2000 രൂപീസ് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത്, ആ ചേച്ചി അങ്ങനെ 15 മിനിറ്റ് പോകുന്നതെന്ന് വെച്ചാൽ ചേച്ചി ഒരു 10 വീടെങ്കിലും ചേച്ചി കയറുമായിരിക്കും. ഇത് ഞാൻ പറയുന്നത് ഏതാണ്ട് 2011 കാര്യമാണേ. 10 വീട്. ഇന്നൊക്കെ ആ 2000 രൂപയിലൊന്നും കിട്ടത്തില്ല. അത് ജസ്റ്റ് വന്ന് തുടച്ച് പോകുന്ന, അല്ലെങ്കിൽ പാത്രം കഴുകി പോകുന്നതിന് മിനിമം ഒരു 5000 8,000. നിങ്ങൾ നോക്കൂ എന്തുമാത്രം പൈസ ഉണ്ടാക്കാം. പക്ഷെ നമുക്കത് അയ്യോ നമ്മുടെ കുടുംബം, നമ്മുടെ ആൾക്കാരെന്ത് പറയും, പിന്നെ അങ്ങനെ ഇങ്ങനെ. ഇന്ന് പിന്നെ എല്ലാവർക്കും എൻജിനീയറും ഡോക്ടറും ആവണം. നമ്മുടെ ഈ ഫാർമിങ് അതെല്ലാം തീർന്നു. നമുക്ക് ഈ വിഷമുള്ള സാധനങ്ങൾ കഴിക്കുന്ന പരിപാടിയാണ് അല്ലേ. ആ നല്ലൊരു ഒരു ഫാം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മൾ. ഇപ്പം എന്താണ്, വെളിയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരണം. അതൊക്കെ നമ്മൾ നന്നായിട്ട് അതിനുള്ള പിന്നെ പൂർവികരായിട്ട് ചെയ്തുകൊണ്ടിരുന്നവർക്ക്, ആ സ്ഥലമൊക്കെ ഉള്ളവർക്ക് അത് ചെയ്യാൻ നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആരും ഇതാവണ്ട അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ എനിക്ക് മെഡിസിൻ ഡോക്ടറാവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമുക്കത് കിട്ടിയില്ല. അപ്പം കിട്ടിയത് എൻജിനീയറിങ്, അങ്ങനെ വന്നു. പക്ഷെ അപ്പോഴും എനിക്ക് എൻജിനീയറിങ്ങിൽ അന്ന് ഇങ്ങനെ കമ്പനീസ് ഉണ്ട് അങ്ങനെയൊന്നുമുള്ള അത്രയ്ക്കുള്ള ഇതൊന്നുമില്ല. ബാങ്ക് ടെസ്റ്റ് എഴുതി ഒരു ബാങ്കിൽ കയറാം, അതൊക്കെയായിരുന്നു നമുക്കപ്പോൾ. നമ്മുടെ എത്രമാത്രമാണോ നമ്മുടെ എക്സ്പോഷർ, അതനുസരിച്ചാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, മനസ്സിലായി. അന്ന് എനിക്ക് ഒരു സ്റ്റേബിൾ ഇൻകം വേണം, മനസ്സിലായി, എൻ്റെ കുടുംബം നോക്കണം, അങ്ങനെയുള്ള ഒരു തോന്നലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ കുറച്ച് ചിന്താഗതികൾ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. മാറ്റിയില്ലെങ്കിൽ അത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ കാണത്തില്ല, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ. കുറച്ച് കാര്യങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് പാർട്ടിയിൽ നിങ്ങൾ ചിന്തിച്ചു, ഏത് പാർട്ടിയിൽ വേണമെങ്കിലും നിങ്ങൾ പാർട്ടായിക്കോ. പക്ഷേ ക്രിസ്ത്യൻസും മുസ്ലിംസും അവരുടെ അവകാശങ്ങൾ ചോദിച്ച് വാങ്ങുന്ന പോലെ വായിട്ട് നമ്മുടെ അവകാശങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. അയ്യോ, നമ്മളത് ചോദിച്ചാൽ അവർക്ക് എന്ത് തോന്നും, നമ്മളെ അങ്ങനെ ചിന്തിക്കും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കോൺഗ്രസിൽ നിന്നോ, പക്ഷേ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ, ഇപ്പം പള്ളിയിലച്ചന്മാരൊക്കെ എന്താ ചെയ്യുന്നത്, ഞങ്ങൾക്ക് അത് റബ്ബറിൻ്റെ വില കുറയ്ക്കണം, അത് കുറയ്ക്കണം, അങ്ങനെയാണ് അവരവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ. നമുക്ക് സംസാരിക്കാൻ ആരുണ്ട്? ആരുമില്ല. അത് മനസ്സിലാക്കുക. BJP ഇല്ല, ആരുമില്ല. ഓക്കെ, ആരും നമ്മൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് കുട്ടികൾ ഇപ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഓരോ വീട്ടിലും ഒരു കുട്ടിയായിട്ട് കുറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് 2 കുട്ടികളായിരുന്നു, എനിക്കൊരു കുട്ടി. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുവാണ് നമ്മുടേത്. നമുക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ അപ്പോൾ നമ്മളിവിടെയല്ലേ, നമ്മളിനി നാട്ടിൽ പോകുന്നില്ല, നമ്മൾ നാട്ടിൽ പോകുന്നില്ലെങ്കിൽ ശരി, നമ്മുടെ ഈ ചിന്താധാര നമ്മളൊന്ന് മാറി ചിന്തിക്കണമെന്നുള്ള കാര്യം നമ്മൾ ബാക്കിയുള്ളവരത്തും കൂടി ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ആരോടും അടിയുണ്ടാക്കാനോ ആരെയും തട്ടിപ്പറിക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യൂ എന്ന് നമ്മളൊരു ദൃഢമായിട്ടുള്ളൊരു പ്രതിജ്ഞ എടുത്ത് നമുക്ക് വേണ്ടി. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻസ് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യുന്നത്? അതെന്തുകൊണ്ടാണ്? ബിക്കോസ് അവരുടെ കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ സമയം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. നമ്മളൊന്നും ചോദിക്കാതിരിക്കുമ്പോൾ ആരും നമുക്കൊന്നും തരാൻ പോകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ നിൽക്കുകയോ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയോ BJPയുടെ കൂടെ നിൽക്കുകയോ ആരുടെ കൂടെ നിന്നോ, പക്ഷേ വോട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള എന്ത് നിങ്ങൾ ചെയ്തു, എന്താണ് നിങ്ങൾ കഴിഞ്ഞ 5 വർഷം ചെയ്തത്, എന്താണ് കോൺഗ്രസിനോട് ചോദിക്കുക. കഴിഞ്ഞ 60 വർഷം നിങ്ങൾ എന്ത് ചെയ്തു? കേരളത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ ഓരോ ലൈഫിൽ നമുക്ക് പല പല സ്റ്റേജസ് ഉണ്ട്. നമ്മൾ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിത്തം നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. അന്നൊക്കെ നമുക്ക് എന്തുവാ, പേപ്പർ വരും. അപ്പം പേപ്പർ വരുമ്പോൾ ഞങ്ങളെന്താ നോക്കുന്നത്, നമ്മുടെ സിനിമയുടെ പോസ്റ്റർ, പുതിയ പോസ്റ്ററോ അങ്ങനെയൊക്കെ കൊച്ചു പിള്ളേരല്ലേ. അപ്പം നമുക്ക് ഈ ന്യൂസിനോടൊന്നും അല്ല വലിയ താല്പര്യം. അല്ലെങ്കിൽ പിന്നെ ന്യൂസ് ജസ്റ്റ് ഓടിച്ച് വായിക്കണമെങ്കിൽ ഇപ്പോൾ അച്ചാച്ചൻ്റെ നിന്നൊക്കെ നമ്മൾ അച്ചാച്ചന് ചരമക്കോളം കൊടുത്തിട്ട് നമ്മൾ ബാക്കി എടുത്തൊക്കെ വായിക്കും. ബട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഇറാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നമുക്ക് ഫോണുണ്ട്, നമുക്ക് കാര്യങ്ങൾ അറിയാം. കുട്ടികൾക്കും ഒരു അവന്യൂ കൊടുക്കുക. ദേ ഷുഡ് ബി, അവർ അവെയർ ആയിരിക്കണം എന്താണ് നമ്മുടെ കറണ്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. നമ്മൾ ഒന്നും അറിയാതെ കൊച്ചുങ്ങളെ ഈ മാത്സും സയൻസും മാത്രം പഠിപ്പിച്ച് അങ്ങനെയല്ല. എന്താണ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, നമ്മളെ കുട്ടികളെ ഒരു ഇഷ്യൂ വന്നാൽ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം എന്നുള്ളൊരു ഇതും കൂടെ പഠിപ്പിക്കണം. അല്ലാതെ നിങ്ങൾ ക്ലാസ്സിൽ ടോപ്പറായി, ആ കൊച്ചിന് ക്ലാസ്സിൽ ടോപ്പറായിരിക്കും, പക്ഷേ അതിനൊരു ജീവിത സാഹചര്യത്തിൽ അത് നേരിടാൻ പറ്റുമോ? അപ്പോൾ അതും കൂടെ മീൻസ് അവരെ പൊതിഞ്ഞു കെട്ടി അവരതൊന്നും അറിയണ്ട, അവർ ഈ പൊളിറ്റിക്കൽ ഇതൊന്നും അറിയണ്ട, നമുക്കിതൊന്നും അറിയണ്ട, നമ്മൾ ജസ്റ്റ് ദോശയും ചമ്മന്തിയും കഴിച്ച് നിന്നാൽ മതി. അപ്പം ഇതൊരുമാതിരി നമ്മുടെ ഈ ഓസ്ട്രിച്ച് ഉണ്ടല്ലോ, എന്താണ് പറയുന്നത്, ഒട്ടകപ്പക്ഷി. അത് പെട്ടെന്ന് ഒരു ഡേഞ്ചർ വരുമ്പോൾ അതിൻ്റെ ഈ തല ഇങ്ങനെ ഈ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ച് അങ്ങനെ നിൽക്കും. അത് വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ അതിനെ ആരും കാണത്തില്ലെന്ന്. നമ്മൾ ഏതാണ്ട് ഹിന്ദുക്കൾ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ വരെ എത്തിയില്ലല്ലോ, സോ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെയാണല്ലോ, അവിടെ നമ്മളില്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. സെൽഫിഷ് ആയിട്ടുള്ളൊരു ചിന്ത അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് റീച്ചുള്ള ഈ ഒരു ബോധം,
വരുത്തുക. പിന്നെ വേറൊന്ന് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളേക്ക് ഈ പല ജാതികളെന്നും പറഞ്ഞിട്ട് ഈ ഇപ്പം ഞാൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു കൂടുതലൊരു നായർ പോപ്പുലേഷനായിരുന്നു. അതൊന്നും ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല. ഞാനൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ഒരു 13 വയസ്സ് 14 വയസ്സ് കുറച്ചും കൂടെ നമുക്ക് വിവരം വെക്കുന്ന ഒരു സമയത്താണ്. അത് ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മുടെ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ഇവർ എല്ലാവരും ഒരേപോലെ ഈ നേരിയ സാരിയും പച്ച ബ്ലൗസൊക്കെ ഇട്ട് ഒരു അവിടെയുള്ള കുറേ പെണ്ണുങ്ങൾ ഒരുമിച്ച് പോകും. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇതെന്താ അവരൊക്കെ എന്താ പോകുന്നത്, നിങ്ങളെന്താ പോകാത്തത്? അപ്പോൾ അമ്മ പറഞ്ഞു അത് അവർ NSSൻ്റെ എന്തോ ഇതിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ. അപ്പം നമ്മുടെ ചുറ്റും ഉള്ളത് NSSകാരാണ്. അപ്പോൾ ഞാൻ SNDP ആണേ. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് SNDPക്കാരാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകൾ. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല. അവിടെ സംസാരമൊന്നും ഇല്ലെങ്കിലും നമുക്ക് എൻ്റെ അച്ഛനൊന്നും എല്ലാ ദിവസവും ഒന്നും അമ്പലത്തിൽ പോകുന്നൊരു വ്യക്തിയല്ല. അച്ഛന് തോന്നുമ്പോൾ വല്ലതും അച്ഛൻ പോകും. അമ്മ പറഞ്ഞിട്ട് അച്ഛൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പം എൻ്റെ വിചാരം എന്തുവാ, ആണുങ്ങളെല്ലാം ഇങ്ങനെയാണ്, നമ്മൾ കാണുന്നതല്ലേ നമുക്ക് എങ്ങനെയാണ്. പക്ഷെ ഞാൻ ഈ ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ നോക്കുന്നത് ടോട്ടലി ഡിഫറെൻറ്റ്. അവിടുത്തെ ഉള്ള ഈ നമ്മുടെ കേരളം വിട്ടാലുള്ള എവറി സൗത്ത് ഇന്ത്യൻ ആൻഡ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ആണുങ്ങൾ പെണ്ണുങ്ങളെപ്പോലെ തന്നെ പല വ്രതമെടുക്കുന്നു, അവർ ഇന്ന ദിവസം കഴിക്കുന്നു. ഇറ്റ് വാസ് നമുക്കൊരു കൾച്ചർ ഷോക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പം പെട്ടെന്നൊരു ഡേഞ്ചർ വന്നു, അതായത് നമുക്കൊരു മെഡിക്കൽ എമർജൻസി വന്നു. ഇപ്പം എൻ്റെ കേസിൽ എനിക്കൊരു എമർജൻസി വന്നു, എനിക്ക് ആശുപത്രി പോകണം, എനിക്ക് ബ്ലഡ് വേണം, ഞാൻ ഓപ്പോസിറ്റീവാന്ന് തോന്നുന്നു, അതെ. അപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് SNDPയുടെ ഓപ്പോസിറ്റീവ് മാത്രമേ ഞാൻ എടുക്കൂ എന്ന് ഞാൻ പറയൂ. ആ സമയത്ത് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അതല്ലേ ഞാൻ എടുക്കുകയുള്ളൂ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, there is a സൂപ്പർ പവർ, അതില്ലാന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല അൺടിൽ സയൻസ് ഫിഗേഴ്സ് ഔട്ട് വാട്ട് ഈസ് ഇറ്റ്. അവർക്ക് പോലും സയൻസിന് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല വാട്ട് ഈസ് ഹാപ്പനിങ്. അതിനൊന്നും ആൻസർ പറയാൻ പറ്റത്തില്ല. ഞാൻ ഇന്നതേ വലുതാണ് അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ വായിക്കുന്ന ഇപ്പം ഭഗവത്ഗീതയാണെങ്കിലോ പിന്നെ രാമായണമാണെങ്കിലോ ബൈബിളാണെങ്കിലോ ഈ ഖുറാനാണ്, ഇതൊക്കെ മനുഷ്യൻ എഴുതിയതാണ്. നമ്മൾ ദൈവം പറഞ്ഞെഴുതി എന്നൊക്കെ പലർക്കും പറയാം. ഇതിന് വല്ല പ്രൂഫ് വല്ലതും ഉണ്ടോ? ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിക്കുന്ന കുറച്ച് ദാറ്റ് വൺ തിങ് എനിക്ക് ഹിന്ദുസത്തിൽ ഇഷ്ടമാണ്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഒരു കാര്യം പറയുമ്പം നമുക്ക് പണ്ട് തർക്കശാസ്ത്രം ഉണ്ടായിരുന്നു, അതറിയാമോ? തർക്കശാസ്ത്രം ആ തർക്കശാസ്ത്രം ഇപ്പം നമ്മുടെ ഈ ശങ്കരാചാര്യരൊക്കെ ഈ ഭയങ്കരമായിട്ട് അങ്ങനെ തർക്കശാസ്ത്രങ്ങളുണ്ട്. ഇന്ന് അതിനെ നമ്മുടെ നാട്ടിൽ ഓമന പേരിട്ട് വിളിക്കുന്നത് എന്താണ് എന്തായിരുന്നു അതിൻ്റെ പേരെന്താ? ഈ MM അക്ബറൊക്കെ ചെയ്യുന്ന എന്തോ ഒരു സ്നേഹ സംഭാഷണമോ, എന്നിട്ട് ഒരു മതത്തിനെ കുത്തി സംസാരിക്കുന്നത്. അതൊന്നും നിങ്ങളെല്ലാം ഇച്ചിരി യൂസ് യുവർ ലോജിക്കൽ സെൻസ്, കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കും. ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, നമ്മൾ ഈ ഡാർവിൻ്റെ സിദ്ധാന്തവും അതൊക്കെ പഠിച്ചിട്ടില്ലേ? ഞാൻ ഒന്നും വേണ്ട, ഞാൻ അമ്മയുടെ അടുത്ത് ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കും, അമ്മ ഒരു കഥയുണ്ടല്ലോ, എനിക്ക് പേരുകളൊന്നും കറക്റ്റായിട്ട് ഓർമ്മ കാണത്തില്ല, പക്ഷെ ഒരു കഥയുണ്ടല്ലോ, പിന്നെ ഒരു വേടൻ ആ വേടൻ ഇങ്ങനെ കാട്ടിൽ ഇത് എടുക്കാൻ വേണ്ടി മീൻസ് ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെന്താ ഹണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടി പോകുമ്പം ഫുഡ് അവരുടെ ആഹാരത്തിന് വേണ്ടി അതിന് പോകുമ്പം അയാളുടെ ഉണ്ടായിരുന്ന ഈ കത്തി മൂർച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എൻ്റെ ഒരു പിന്നെ കല്ലിലാണ്ട് ഇങ്ങനെ അല്ലേ ഇത് രാഗി മൂർച്ചപ്പെടുത്താനാണ്ട് നോക്കുമ്പോൾ ഈ കല്ലിൽ ചെയ്യുന്ന സമയത്ത് ആ കല്ലിൽ ഒന്ന് രക്തമാണ്ടേ വരും.
ഇത് ചോറ്റാനിക്കര അമ്മയുടെയും ഉണ്ട്. അതല്ലാതെ ഇത് വേറെ ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ശിവൻ്റെയാണ് കഥയാണെന്ന് എനിക്ക് തോന്നുന്നു. പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ സിമിലർ സ്റ്റോറീസ് ഉണ്ട്. അപ്പം എന്തായാലും ഇതിൻ്റെ ജിസ്റ്റ് ഓഫ് ദ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് അത് രാഗം അതിനകത്ത് നിന്ന് രക്തം വരുമ്പം അതിലൊരു വേടനായക്ക് ഒരു ഇപ്പം വേദവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ആൾക്ക് മനസ്സിലാവും, ഓ ഇതെന്തുവാ, ഇത് അങ്ങനെ സംഭവിച്ചുകൂടാത്തതാണല്ലോ. അപ്പം എന്തോ ഒരു ഇത് ഭഗവാനെ എന്തോ ഒരു ഇത് യൂഷ്വൽ നടക്കാത്തതാണല്ലോ. അപ്പോൾ ആൾക്ക് എന്തോ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കുമെന്ന് പേടിച്ചിട്ട് അയാൾ അപ്പോൾ അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ആൾക്കറിയാവുന്ന രീതിയിൽ ചെയ്യാൻ എന്തോ ചെയ്യുന്നത്, എന്തോ എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഈ ഒരു ശക്തിക്ക് എന്തോ കൊടുക്കാൻ പറ്റും. ആൾ ഓടിപ്പോയി അടുത്തുള്ള അപ്പം ഈ വേടനല്ലേ, അപ്പം ആ പ്രാകൃത മനുഷ്യർ അന്ന് വസ്ത്രവിധാനങ്ങളൊന്നും പ്രോപ്പറായിട്ടില്ലേ. അപ്പം ആൾ അടുത്ത് കൂടെ പോയൊരു അരുവിയിലാണ്ടേ പോയിട്ട് ബക്കറ്റോ കുണ്ടലിനി അങ്ങനെ ഒന്നും സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആൾ വായിൽ വെള്ളം എടുക്കും. പിന്നെ കുറച്ച് ആളുടെ ഒരു അറിവിൽ വെച്ചിട്ട് നമ്മൾ അതിനെ വർഷിപ്പിക്കണമെന്നറിയാം. ആൾ തലയിൽ ആളുടെ ആ ജട പിടിച്ച മുടിയിൽ അവിടെ കണ്ട പൂവും അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ആൾ ഓൾറെഡി കണ്ടു വെച്ച ഫുഡാണോ അതോ ആൾ അപ്പം ചെയ്ത അങ്ങനെ എനിക്ക് എക്സാക്റ്റ് ഓർമ്മയില്ല. ബട്ട് ആ ഇറച്ചി എടുത്തുകൊണ്ട് വന്നിട്ട് അയാളുടെ തലയിൽ വെച്ച പൂവ് എടുത്ത് ആ കല്ലിന് വെച്ചിട്ട് ആ ഇറച്ചി അവിടെ വെച്ചിട്ട് അയാൾ ആ വായിലെ വെള്ളം വെച്ചിട്ട് ക്ലീൻ ചെയ്യും. പക്ഷേ ഇത്ര അറിവില്ലാത്ത ഒരു മനുഷ്യൻ അത് ചെയ്തതിൽ ദൈവത്തിന് പ്രീതി വന്ന് ആളെ അനുഗ്രഹിക്കുക, അങ്ങനെ എന്താണ്ടാണ് അതിൻ്റെ സ്റ്റോറി. ഞാൻ പറയുന്നത്, എൻ്റെ അമ്മ എന്നും വിളക്ക് വയ്ക്കും, എന്നും വിളക്ക്. ഞാൻ പറയാം, അമ്മ എന്നും വിളക്ക് വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഈ സ്റ്റോറി എടുത്ത് വയ്ക്കും. അമ്മ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളെങ്ങനെ നമ്മുടെ മനസ്സ് എന്തുമാത്രം ശുദ്ധമായിട്ടിരിക്കുന്നു, അതാണ് ദൈവത്തിനിഷ്ടം. നിങ്ങൾ ഏത് ദൈവം വേണമെങ്കിലും വിചാരിച്ചോ. അല്ലാതെ പല അരുവികളും ഇപ്പം നമ്മുടെ ഓഷ്യനിലാട്ടാണല്ലോ വെള്ളമെല്ലാം വന്ന് വീഴുന്നുണ്ട്. പല സ്ട്രീംസ്, പോൺസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സ്റ്റാഗ്നൻറ്റ്, ബട്ട് സ്ട്രീംസ് അത് ചെറിയ ചെറിയ അരുവികളെല്ലാം അവസാനം നമ്മൾ പഠിച്ചിട്ടുണ്ട് കടലിൽ വന്ന് ചേരുമെന്നല്ലേ. ചില ഈ സ്ട്രീംസ് എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പെട്ട കൊഴുകിയൊക്കെ വരണം, ചിലത് എളുപ്പം വരും. അപ്പം ഈ എല്ലാം ലാസ്റ്റ് വരുന്നത് കടലിലോട്ടാണ്. നമ്മളെല്ലാ മതം അത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഈ മനുഷ്യർ നമ്മൾ ഈ AI യുഗത്തിലാണ്, നമ്മൾ ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യനാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ലോജിക്കൽ സെൻസിൽ ചിന്തിക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നമ്മൾ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇടയ്ക്ക് വരുവാണെങ്കിൽ നമ്മളുടെ നന്മ വെച്ചിട്ട് അത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത നന്മകൾ നമുക്കത് ഗുണപ്പെട്ടു വരും. അത് ഏത് ദൈവം ഇപ്പോൾ ഈ ഹിന്ദുസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നോക്കിയേ, നമ്മുടെ ഈ ദൈവങ്ങൾ നമ്മുടെ രീതിയിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഇപ്പം കൃഷ്ണനെ വരച്ചിരിക്കുന്ന കൃഷ്ണൻ കറുത്തതാണ് അല്ലേ. യാദവാസ് അത്ര വലിയ കാസ്റ്റ് സിസ്റ്റത്തിൽ വലുതാണോന്ന് എനിക്ക് തോന്നുന്നില്ല. കറുത്താണ് വരച്ചിരിക്കുന്നത് അല്ലേ. കറുമ്പനാണ് കൃഷ്ണൻ. ആ സമയം രാമനെ വെളുത്താണ് വരച്ചിരിക്കുന്നത്. ശിവൻ ചണ്ടാളനാണ് അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതിനോടൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പം അമൃതാനന്ദമയി മുക്കോസ് ആ ഒരു സമൂഹത്തിൽ നിന്നുള്ളതാണ്. അപ്പം നമ്മൾ ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, അപ്പം നിങ്ങൾ നോക്കണം, നമ്മൾ ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്തുവാ, അവർക്ക് എന്തോ ഒരു ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് എന്ന് കാണുമ്പോഴാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് അല്ലേ.
അപ്പോൾ സമയത്ത് നിങ്ങൾ അവിടെ ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ ഒരു ഭയങ്കര ഒരു സിദ്ധൻ പോലെ ഒരാൾ എന്തുവാ ഇപ്പം യേശുവും കൃഷ്ണനൊക്കെ കാണിച്ച പോലത്തെ മിറാക്കിൾസ് കാണിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം. അയാൾ ഹിന്ദു ആണെന്നും പറഞ്ഞിട്ട് ക്രിസ്ത്യൻസ് പോകാതിരിക്കുമോ അത് കാണാൻ? അല്ലെങ്കിൽ അയാളെ കാണാൻ മുസ്ലിംസ് പോകാതിരിക്കുമോ ഷിർക്കാന്നും പറഞ്ഞിട്ട്? ഒന്നുമില്ല. നമുക്ക് അവിടെ ചെന്ന് എന്തെങ്കിലും കിട്ടി നമ്മുടെ വിഷമങ്ങൾ അങ്ങനെ മാറൂ. മനുഷ്യൻ ഓടുന്നത്, ഈ ദൈവത്തിൻ്റെ അടുത്തോട്ട് ഓടുന്നത് എപ്പോഴാണ്? നമുക്ക് വിഷമങ്ങൾ വരുമ്പോഴാണ്. ആ സമയത്ത് നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നത്, അത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന എപ്പോഴാണെന്ന് നമ്മൾ നമ്മുടെ ഏറ്റവും ലോയിൽ ഇരിക്കുന്ന സമയത്താണ് ആൾക്കാർ നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് നമ്മളെ ജ്യോതിഷം പറഞ്ഞ് പറ്റിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറ്റിക്കാം. മനസ്സിലായോ? ഞാനൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങൾ അവിടുത്തെ പള്ളിയിൽ പോകുമായിരുന്നു. നമ്മളവിടുത്തെ നമുക്കൊക്കെ ഇപ്പോൾ നമുക്കൊരു യേശുവിനെ വെച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള ദൈവങ്ങളുടെ കൂടെ അതേ രീതിയിൽ അതേ റെസ്പെക്റ്റോടെ പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു പ്രശ്നം. നമ്മുടെ ഇത്രയും ദൈവങ്ങളുടെ ഇടയിൽ ഒരു ദൈവം അവരുടെ മറ്റേ മക്കളുടെ പടം വെച്ചാലും നമുക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ അവിടെ നമ്മുടെ കല്ലമ്പലം കഴിഞ്ഞ് ഒരു പള്ളിയുണ്ട്. നമ്മളപ്പോൾ ഈ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ അവിടോട്ട്, അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ആ രണ്ട് സ്ഥലത്തും പള്ളിയിൽ നമ്മൾ പൈസ എറിയും, ബസ്സിലിരുന്നുകൊണ്ട് അമ്പലത്തിലും പൈസ എറിയും. കല്ലമ്പലം ആറ്റിങ്ങൽ അതിൻ്റെ ഇടയിലോട്ട് പോകുമ്പോൾ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ജാതി എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാനെന്തോ കൊമ്പത്തെയാണെന്നുള്ളൊരു ചിന്ത വേണ്ട. ആ ചിന്ത നമ്മൾ വെടിയണം. നമ്മളെ ബ്രിട്ടീഷുകാർ തന്നെ പിരിച്ചു വെച്ചത് എങ്ങനെയാണ്? ഈ ജാതി പറഞ്ഞിട്ടാണ്. ഇന്നും അമേരിക്കയിലൊക്കെ പറയും ജാതീയത, ഇപ്പോഴും ജാതീയത വെച്ചിട്ട് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത്. ഹൗ സ്റ്റുപ്പിഡെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയ്ക്കും ഈ പഠിപ്പും വിവരവും എൻജിനീയറിങ്ങോ മെഡിക്കലോ സയൻറ്റിസ്റ്റോ PhD ഒക്കെ വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് നമ്മൾ ആ ലോജിക്കൽ തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠിത്തത്തിൽ മാത്രമല്ല ചെയ്യേണ്ടത്. നമ്മുടെ ചിന്താഗതിയിലും കൂടെ കുറച്ച് ലോജിക്ക് കൊണ്ടുവരണം. മനസ്സിലായോ? ഞാൻ പറയട്ടെ, എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സ്ഥലത്തു നിന്ന് എനിക്ക് മാറി, എനിക്ക് കുറച്ചും കൂടെ അറിവുകൾ എനിക്ക് കിട്ടി എന്ന് വെച്ചാൽ ഞാൻ ഫുൾ അറിവുണ്ടെന്നല്ല. ബട്ട് എനിക്ക് തോന്നി ഞാൻ ഇത് മിണ്ടാതിരിക്കരുത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചുറ്റും നോക്കുന്ന ആൾക്കാരൊന്നും എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ മാത്രം. എല്ലാവരും എന്തിനാ ഇതൊക്കെ സംസാരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഒരു അപകടത്തിലോട്ടാണ്. മനസ്സിലായോ? ഈ ഇന്ത്യയിൽ നിന്ന് വിട്ടിട്ട് ഇന്ത്യയുടെ വെളിയിൽ വന്നിട്ട് നിങ്ങൾ ജാതി സംഘടനകൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇവിടുത്തെ സായിപ്പന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ അറബിക് നേഷൻസിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ അറബിയൊക്കെ വല്ലതും നിങ്ങൾ ഇന്ന ജാതിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ഹൈ പ്രിഫറൻസ് വല്ലതും തരുന്നുണ്ടോ? ഉണ്ടോ? ജസ്റ്റ് ആൻസർ. ഇല്ല. അവർക്ക് നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളെല്ലാവരും അവർക്ക് ഇന്ത്യൻസാണ്. യു ആർ ബ്രൗൺ സ്കിൻഡ് പീപ്പിൾ. അതിൽ നമ്മൾ ഒട്ടും നാണക്കേടപ്പെടണമെന്നല്ല ഞാൻ പറയുന്നത്. വി ആർ കൺസിഡേർഡ് ബ്രൗൺ സ്കിൻഡ്. അതവർ ഇനി ഒരിക്കലും മാറ്റാനും പോകുന്നില്ല. നമ്മളിനി എത്ര ഇംഗ്ലീഷിൻ്റെ ഭയങ്കര സ്ലാങ് ഒക്കെ അടിച്ച് പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളതാണ്. മനസ്സിലായി? അത് അവരുടെ ഒരു പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ജാതി ഇപ്പോഴും ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരെ മൂഢന്മാരെന്നേ ഞാൻ പറയുള്ളൂ. മനസ്സിലായോ? ജാതീയത വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മൂഢന്മാരെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുന്നത് ഇപ്പോഴും കൺവേർഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഈ ഹിന്ദുസിൻ്റെ ഇടയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓ നിങ്ങളെ ദളിതരെ നോക്കുന്നില്ല, ദളിതരെ അത് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്, എന്തിനാണ് നമ്മൾ പറയിപ്പിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ പറയട്ടെ, ഈ അമ്പലത്തിൽ കൊണ്ട് നമ്മൾ എന്തിനാ പൈസ തള്ളുന്നേ? നമുക്കറിയാം നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം നമ്മൾ പൈസ കൊടുത്ത് എപ്പോഴും സഹായിച്ചു കഴിഞ്ഞാൽ അതൊരു ഏളിതരമായിപ്പോൾ. അങ്ങനെയല്ല, ഇപ്പോൾ ഒരു കുട്ടിക്ക് പഠിക്കണം, പഠിക്കാൻ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ കുടുംബമേ കഷ്ടപ്പെടുന്നു, അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ചെറിയ ജോലി എവിടെയെങ്കിലും. ഞാൻ ഹിന്ദുക്കളുടെ കാര്യം, മുസ്ലിങ്ങൾക്ക് സഹായിക്കാൻ അവർക്ക് സംഘടനകളുണ്ട്. അല്ലെങ്കിൽ അവർ ഈ എല്ലാ വെള്ളിയാഴ്ചയും കൂടുന്നതുകൊണ്ട് അവരുടെ ആ ഓരോ പള്ളിയിലെ ഇമാംമാരോ അങ്ങനെയൊക്കെ അവർ ഓരോന്ന് ചെയ്യും. അവർക്കറിയാം ഇന്ന സ്ഥലത്ത്. നമ്മുടെ അമ്പലങ്ങളിലെ പൂജാരിമാർക്ക് അറിയാമോ നമ്മൾ ഇന്ന വീട്ടിലുള്ളവരാ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയൊന്നും നമുക്കറിയത്തില്ല. അതുപോലെ അവരുടെ നിന്ന് പൈസയും വാങ്ങും കേട്ടോ. അങ്ങനെ ഈ പള്ളിയിൽ പോകുമ്പോഴും അവിടെ എല്ലാ ഞായറാഴ്ച അവരെന്തെങ്കിലുമൊക്കെ പള്ളിയുടെ അപ്പോൾ ആ പൈസയൊക്കെ വെച്ചിട്ട് അവർ അവരുടെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ചെയ്യും. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. മനസ്സിലായോ? ഞാൻ പറയുന്നത് നമുക്കറിയാവുന്ന ആൾക്കാരെ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻ കളിക്കുന്നവർ ചിലപ്പോൾ അതിനകത്തുനിന്ന്, അവിടെയാണ് ഈ ഹിന്ദുക്കൾക്ക് എല്ലാ സംശയമാണ്. ട്രസ്റ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട് നമുക്ക്. അപ്പം ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും നമ്മൾ ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ മൈനോറിറ്റി ആയി കഴിഞ്ഞു കേരളത്തിൽ. ഞങ്ങൾ ഇവിടെയാണല്ലോ, നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന് വിചാരിക്കരുത്. നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ഉണ്ടായിരിക്കാം, നമ്മുടെ സിബ്ലിങ്സിൻ്റെ ഇതുണ്ടായിരിക്കും. നമ്മുടെ ഫ്യൂച്ചറിന് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നമ്മളൊക്കെ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞാൽ നമ്മൾ എവിടോട്ട് പോകും? ഒരു അട്രോസിറ്റി വരുന്നു, നമ്മൾ എവിടോട്ട് പോകും? വേറെ ഒരു കൺട്രി നമ്മൾ എടുക്കത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് തിരിച്ച് ചിലപ്പോൾ പോകേണ്ടി വന്നാൽ നമുക്ക് പോകേണ്ട സ്ഥലം അതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ഇനി വരുന്ന ജനറേഷനെങ്കിലും ഞാൻ ഇന്നതാണ് എന്നുള്ളൊരു ചിന്ത വരാതിരിക്കാൻ ഈ ജാതി സംഘടനകൾ ദയവ് ചെയ്ത്, നിങ്ങൾ നാട്ടിൽ ജാതി സംഘടന എന്തെങ്കിലും വെച്ചോ, അത് ശരി കല്യാണത്തിന് ആ സമുദായത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടി, അല്ലാതെ ഇവരെന്തെങ്കിലും തേങ്ങ നമുക്ക് ചെയ്തു തരുന്നുണ്ടോ? ഇപ്പം ഞാൻ SNDP ഇതിലായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു കോളേജ് അഡ്മിഷന് പോലും എനിക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് പോലും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വാല് വയ്ക്കുന്നത് മേനോൻ, നായർ, കുറുപ്പ്, അതൊക്കെ നിങ്ങളെ തന്നെ ഞങ്ങൾ വേറെയാണ്, അല്ല അത് ഞങ്ങളുടെ കുടുംബപ്പേര്, അതൊക്കെ ചുമ്മാ ലെയിം എക്സ്ക്യൂസസ് ആണ്. ലെയിം എക്സ്ക്യൂസസ്. അതുണ്ടെങ്കിലേ നിങ്ങൾക്ക് വിലയുള്ളൂ. അപ്പം നിങ്ങളുടെ ആ പേരിൻ്റെ അറ്റമാണോ നിങ്ങളുടെ വില? നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് എവിടെ നിൽക്കുന്നു അവിടെയാണ് നിങ്ങൾക്ക് വില. മനസ്സിലായോ? ജാതിയിലല്ല. ഒന്ന് ആലോചിച്ചു, നമ്മൾ വേറൊരു രാജ്യത്തൊക്കെ താമസിക്കുമ്പോഴേ ഇങ്ങനെ ഒരു ജാതി സംഘടനകൾ വരുമ്പോൾ ഒരുമിച്ച് കളിച്ച് കിടക്കുന്ന പിള്ളേർ ആ സംഘടനയുടെ ഒരു പരിപാടിക്ക് ചിലപ്പോൾ മറ്റേ ഒരു കൂട്ടർ പോകത്തില്ലായിരിക്കും. അപ്പോൾ ഈ ഒരു കുട്ടികൾ ചോദിക്കുന്നു, എന്താ അമ്മേ ആ കുട്ടി അവൾ വന്നില്ലല്ലോ, അല്ലെങ്കിൽ അവൻ വന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? അത് അവൻ ഈഴവനായോണ്ട, അല്ലെങ്കിൽ അവൻ പിന്നെ മറ്റേ വിശ്വകർമ്മയായോണ്ട്, അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ? നിങ്ങളുടെ ഉത്തരം എന്തുമായിരിക്കും? നിങ്ങളൊരു ഹിന്ദു സംഘടന വെച്ചോ, ശരി, കുട്ടികൾക്ക് എന്തെങ്കിലും അതിൻ്റേതായുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ ഈവൻറ്റ്സ് ഒക്കെ നടക്കുന്നതിന് അതുപോലും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ എന്നാലും ഇറ്റ്സ് ഓക്കെ. നമ്മളത് അപ്പോൾ ഒരു ഹിന്ദു പരിപാടികൾക്കൊക്കെ ചെയ്യാൻ ദാറ്റ്സ് ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തിനാ വീണ്ടും ജാതി സംഘടനകൾ ഇനി എന്തിനാ? നിങ്ങൾ തന്നെ ആലോചിക്കും. ഇവിടെ ഇപ്പം വെള്ളാപ്പള്ളിയുണ്ട്, മറ്റേ സുകുമാരൻ നായരുണ്ട്, മറ്റവരുടെ ഇതൊന്നും ഇവർ രണ്ടും ഇങ്ങനെ ഇവരുടെ പേരുകളാണ് എപ്പോഴും എടുത്ത് കേൾക്കുന്നതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളവരുടെ സംഘടനകളുടെ പേരുകൾ അറിഞ്ഞുകൂടാ, എനിക്ക് ആൾക്കാരുടെ പേര് അറിഞ്ഞുകൂടാ. ഓക്കെ, ആരാണെങ്കിലും ഇവരൊക്കെ എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിനോ നമുക്ക് കൊല്ലം വേണ്ടി? അവരൊക്കെ ജസ്റ്റ്
ആ ഇപ്പം ഇപ്പം എന്തെങ്കിലും ഒരു കല്യാണ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു മരിപ്പോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചേക്കുക. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കി, ഇവരാരും കാണത്തില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവരാരും കാണത്തില്ല, അവനോനേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഹിന്ദുക്കൾ ഒന്ന് ഒരുമിച്ച് നിൽക്കാൻ, നമ്മളെ കൊണ്ട് എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഹിന്ദു സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാൻ. അമ്പലത്തിൽ കൊടുക്കുന്ന ആ ഒരു പൈസ, അല്ലെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന ഒരു സ്റ്റാർബക്സ്, അത് $5-6 സാധനമല്ലേ, അത് ഒരു മാസത്തെ ഒരു നേരത്തെ ഇത് ഒന്ന് മാറ്റി വെച്ച്, എന്നിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും കഷ്ടപ്പെടുന്ന ആ ഒരു സഹായം വെച്ച് രക്ഷപ്പെടുന്ന ഏതെങ്കിലും ഒരു അതുപോലെ വേറൊരു കാര്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ കൺട്രി ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ കാണേണ്ടത്. എന്തുകൊണ്ട് ഹിന്ദു ടെമ്പിൾസ് മാത്രം ഈ ഗവൺമെൻറ് റൺ ചെയ്യുന്നു, അതിൻ്റെ പൈസ വെച്ച് റൺ ചെയ്യുന്നു? അത് ശരിയല്ല. പക്ഷേ അവിടെ ഇതാ പ്രശ്നം. നമ്മൾ ആദ്യമേ നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഒരു ഒരുമ വേണം. അല്ലെങ്കിൽ അവിടെ ഇത്ര നായന്മാർ ഇത്ര വേണം, ഈഴവന്മാർ ഇത്ര വേണം, പിന്നെ വിശ്വകർമ്മ ഇത്ര വേണം, പിന്നെ SC ഇത്ര വേണം, ST അങ്ങനെയല്ല. എന്നിട്ട് അതിനൊരു ഇപ്പോൾ ഒരു ബോഡി, ഈ വഖഫ് ബോഡിയൊക്കെ പോലെ ഒരു ബോഡി ഉണ്ടാക്കിയിട്ട് ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യണം. അതിൽ എന്തെങ്കിലും ഒരു എക്സാമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വിവരമുള്ള ആൾക്കാരെ, പഠിത്തമുള്ള ആൾക്കാരെ മെറിറ്റ് വെച്ചിട്ട് ചേരണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. എന്നിട്ട് അങ്ങനെ അതിനകത്തുനിന്ന് വരുന്ന വരുമാനം ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ പോയിട്ട് ആ വരുമാനത്തിനകത്തുനിന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരെ കൊടുക്കാൻ. പിന്നെ വേറൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫ്രീ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പോരും. അങ്ങനെ എത്രയോ പേര്, ഇപ്പം എൻ്റെയൊക്കെ അവിടെ ചാത്തന്നൂർ തന്നെ ആൾക്കാരെ ഫ്രീ, എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ കുട്ടികളൊക്കെ ഇപ്പം ഈ സൺഡേ ക്ലാസ്സോ അങ്ങനെ എന്താണ്ടേ ഈ പെന്തക്കോസ്തുകാർ നടത്തുന്ന അതിലോട്ട് പോവുക. ഹിന്ദുസാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ഫ്രീ ബുക്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം ഞാനാദ്യം വിചാരിച്ചു ആ 2 കുട്ടികൾക്ക് എനിക്ക് വേണമെങ്കിൽ ഞാൻ അവർക്ക് ഇത് കൊടുക്കാം. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, അവർ ചിലപ്പോൾ ഞാൻ കൊടുക്കുന്നതും അവർ വാങ്ങിച്ചിട്ട് അവരെ മറ്റൊരിടത്ത് വീണ്ടും പോകും. അതെന്തെന്ന് വെച്ചാൽ സ്വത്വബോധം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ നമുക്കൊരു അമ്മയുണ്ടെന്ന് വെച്ചോ, നമ്മുടെ അമ്മയെ നമ്മൾ മതിക്കാതെ നമ്മൾ ബാക്കിയുള്ള വേറെ എവിടെയോ ഉള്ള അമ്മമാരെ നോക്കാൻ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് സ്നേഹം കാണിക്കാൻ പോകുന്നത് പോലെയാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാം പല സ്ട്രീംസാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിലാണ് നമ്മളുടെ നമ്മുടെ ആ സൂപ്പർ പവറുമായിട്ട് നമുക്കുള്ള കണക്ഷൻ വരുന്നത് നമ്മുടെ കർമ്മങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പോൾ ഹിന്ദുസത്ത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന, നമ്മളിപ്പോൾ ഗോത്രൂ ചെയ്യുന്നതൊക്കെ നമ്മുടെ പഴയ കർമ്മ പോലെ. അതിനെ നമ്മൾ കർമാസ് മാത്രം എടുക്കുവാണെങ്കിൽ, അത് ഏത് റിലിജനിലുള്ളവർ കർമ്മം മാത്രം എടുക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ, അറ്റ്ലീസ്റ്റ് ഈ ജന്മത്തിൽ ജീവിക്കുമ്പോഴെങ്കിലും നമ്മൾ കൂടുതൽ കർമ്മഫലങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഭണ്ഡാരത്തിൽ നമ്മൾ വീണ്ടും ഇടുക. നമ്മൾ വീണ്ടും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജനിച്ച് നമ്മൾ എന്തുകൊണ്ട് ഈ ഡിഫിക്കൽറ്റി കൂടെ പോകുന്നെന്ന് പോലും നമുക്ക് ആൻസർ കിട്ടത്തില്ല. നമ്മൾ ചോദിക്കും, ഭഗവാനെ നമ്മൾ ആരെയും ഉപദ്രവിച്ചില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ, എന്തുകൊണ്ട്, വൈ മീ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ, പഴയ കാലത്ത് ജന്മത്തിൽ എന്തെങ്കിലും ചെയ്തതായിരിക്കാം. ബിക്കോസ് ദർ ഇസ് നോ അതർ എക്സ്പ്ലനേഷൻ അല്ലേ. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ആൻസർ പറഞ്ഞു തരാൻ പറ്റുവാണെങ്കിൽ എൻ്റെ അടുത്ത് പറ. ബട്ട് ഫോർ മീ, ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, അത് ബിക്കോസ് ഐ ആം ഹിന്ദു എന്നൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നത് ദർ ഇസ് സംതിങ് വി ഹാവ് ടു ഗോ ത്രൂ. അപ്പോൾ എന്തുകൊണ്ട് ഗോയിങ് ത്രൂ? What could be the reason behind it? Maybe ഞാൻ ചെയ്ത കാര്യങ്ങൾ
ആ ജന്മത്തിൽ ഞാൻ അനുഭവിച്ച് തീർന്നില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിരിക്കും. ദെൻ വാട്ട് ക്യാൻ ഐ ഡു ഡിഫറെൻറ്റ്? എനിക്ക് വേറെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി? ഈ ജന്മത്തിൽ മാക്സിമം കർമ്മങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, അത്രേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ദയവ് ചെയ്ത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവർ ഈ ജാതീയത ഒന്ന് മാറ്റി എല്ലാവരെയും ഒരേപോലെ ഒന്ന് നിങ്ങൾ ഞാൻ വളരെയധികം ഞാൻ കണ്ടിട്ടുള്ളവരെ, നിങ്ങൾ വെളിയിലുള്ള ആൾക്കാരെ, മീൻസ് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻസിൻ്റെ അടുത്താണെങ്കിലും ഒരു മുസ്ലിംസിൻ്റെ അടുത്താണോ, നിങ്ങൾ കാണിക്കുന്ന ആ ഒരു റെസ്പെക്റ്റും ആ ഒരു കെയറും ആ ഒരു സ്നേഹവും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരത്ത് കാണിക്കുന്നില്ല? ഹിന്ദുക്കളെ തന്നെ വിൽക്കത്തില്ല. ബിക്കോസ് അത് പേടിയാണ്. പിന്നെ ആര് സഹായിക്കും? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ആര് സഹായിക്കും? വേറെ ഒരു കമ്മ്യൂണിറ്റിയിൽ ആര് സഹായിക്കും? ഈ പിന്നെ നമ്മൾ ഈ അമ്പലത്തിൽ കൊണ്ട് തട്ടുന്നതും അതിലൊന്നും ഒരു കാര്യമില്ല. അതുവഴി ഇപ്പം ആ അമ്പലം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ദാറ്റ് മേക്ക് സെൻസ്. ബട്ട് അതർവൈസ് ഞാൻ ഇത്രയും രൂപയുടെ ഞാനും അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പം നോക്കുമ്പോൾ ശരിയാണ്, ഞാൻ കൊടുത്തത് അമ്പലങ്ങളും എല്ലാം പിന്നെ സർക്കാർ അമ്പലങ്ങളാണ്. ആ പൈസ മുഴുവനും സർക്കാരിലോട്ടാണ് പോകുന്നത്, മനസ്സിലായി? പക്ഷേ ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ ഇപ്പം നമ്മുടെ ഒരു 18 വയസ്സുള്ള പിള്ളേർ കേൾക്കുമ്പോൾ എന്തോ ഈ തള്ളയിരുന്ന് പറയുന്നതെന്ന് വിചാരിക്കും. അതെന്താണെന്ന് അറിയാമോ? ഇപ്പം ഞാനും ആ പ്രായത്തിലായതെങ്കിൽ എനിക്ക് മനസ്സിലാവത്തില്ല. നമുക്കൊരു വൈകി വന്ന വിവേകം എന്ന് പറയും. നമ്മുടെ ഒരു മിഡ് ലൈഫ് കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ച് നമ്മുടെ ലൈഫ് ജേണി, നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്, നമ്മൾ ലൈഫ് ലെസൺസ് പഠിക്കുന്നത്, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴൊക്കെയാണ്, നമ്മൾ ഗോ ത്രൂ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അറിവുകൾ വരുന്നത്. അത് യങ് ജനറേഷന് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കത് കുറച്ചെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, എനിക്കൊന്നും അങ്ങനെ പറഞ്ഞു തരാനോ ഈ രീതിയിലൊന്നും നമുക്ക് നമ്മളെന്തൊക്കെയോ ഒക്കെ പറയിൽ ഓടുവരാം. നമുക്ക് നമ്മുടെ കുടുംബം രക്ഷപ്പെടണം, നമുക്ക് ജോലി കിട്ടണം, നമ്മൾ വെൽ സെറ്റിൽ ചെയ്യണം, അതിൻ്റെ പുറകെ ഓടുവരാം. അപ്പോൾ അങ്ങനെയൊന്നും നമുക്കൊന്നും പറഞ്ഞു തരാനോ ഒന്നും ആ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരിതൊന്നും വിവേകമൊന്നും മീൻസ് ഈ രീതിയിലൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നും അങ്ങനെയുള്ള ചിന്തകളൊന്നും വന്നിട്ടില്ല. അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വന്നില്ല. ചിലപ്പോൾ എൻ്റെ അച്ഛൻ കുറച്ച് നാളും കൂടെ, മീൻസ് എൻ്റെ 18ാമത്തെ വയസ്സിൽ എൻ്റെ അച്ചാച്ചൻ മരിച്ചുപോയി. അച്ചാച്ചൻ കുറച്ച് നാളും കൂടെ ജീവിച്ചിരുന്നെങ്കിൽ, ബിക്കോസ് അച്ചാച്ചൻ നല്ല വായനയുള്ള കുറേ ഇതുപോലെ വിവരമുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അച്ചാച്ചൻ്റെ കൂടെ ചിലപ്പോൾ സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ ഐഡിയാസൊക്കെ കിട്ടിയതിനായിരുന്നു ആയിരിക്കാം. ബട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങണമെന്ന് വെച്ചത് തന്നെ എനിക്ക് ഈ കാര്യങ്ങൾ, നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ, നിങ്ങളിപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കറണ്ട് കാലാവസ്ഥയൊന്ന് നോക്കുക, എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കുക. നമ്മുടെ നമ്പേഴ്സ്, നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഒന്ന് ഈ ജാതീയത കുറച്ചെങ്കിലും നിങ്ങളുടെ മനസ്സുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. അത് മാറ്റിക്കളഞ്ഞേ പറ്റൂ. നിങ്ങളുടെ അടുത്ത ജനറേഷനിലോട്ട് നിങ്ങളത് പകർന്നു കൊടുക്കരുത്, ദയവ് ചെയ്ത്. പിന്നെ ഏത് പ്രസ്ഥാനത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിലും ആ പ്രസ്ഥാനത്തിൻ്റെ അടുത്ത് നമുക്ക് കിട്ടേണ്ടത് ചോദിച്ച് വാങ്ങാനുള്ള ഒരു എഫേർട്ട് എടുക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ക്രിസ്ത്യൻസും മുസ്ലിംസും ഡിമാൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റണം. എന്നാലേ നമുക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പം അതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഞാനെൻ്റെ മുഖം കാണിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് യൂട്യൂബ് കൾച്ചർ അറിയാം, ആൾക്കാർക്ക്
അതൊന്നുമല്ല. നിങ്ങൾക്കിത് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ഞാനിതാ സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ ആരെയും പ്രൊവോക്ക് ചെയ്യാനോ ഒന്നുമല്ല. ദിസ് ഈസ് ദ ട്രൂത്ത്. അങ്ങനെ കുറച്ച് പേരൊക്കെ എങ്കിലും വന്നൊന്ന് തലയിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഒന്ന് കുറച്ച്, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങളൊന്ന് ലോജിക്കായിട്ട് ചിന്തിക്കുക. ഓക്കെ, ലോജിക്കായിട്ട് ചിന്തിച്ച് ആരും പറയുന്നതല്ല, ഏതൊരു കാര്യം ഇപ്പം ഞാൻ പറയുന്നതാണെങ്കിലും നിങ്ങൾ പല പല സ്ഥലത്തു നിന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ തന്നെ ഒരു ചെറുതായിട്ട് ഒരു എവരിഡേ ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെയിം ഇപ്പം മനോരമ ന്യൂസ് മാത്രമേ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കരുത്. നിങ്ങൾ മനോരമ ന്യൂസ് കാണണം, നിങ്ങൾ പിന്നെ റിപ്പോർട്ടർ കാണണം. അപ്പം നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാവും. നിങ്ങൾ ജനം ടി വി കാണണം, വേറൊരു സൈഡ് ഓഫ് തോട്ട് കാണാം. ഇപ്പം റിപ്പോർട്ടർ ആണെങ്കിൽ വേറൊരു സൈഡ്. മനോരമ ഈസ് ഫുൾ ഓഫ് കോൺഗ്രസ്, റിപ്പോർട്ടർ മേ ബി കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, ജനം BJP. അപ്പം നിങ്ങൾ ആ എല്ലാം നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ്, അല്ലെങ്കിൽ കുറേ ഈ മെയിൻ സ്ട്രീം ഇത് തന്നെ ന്യൂസ് തന്നെ വേണമെന്നില്ല. കുറേ നല്ല നല്ല യൂട്യൂബ് ചാനൽസ് ഉണ്ട്. പലരുടെ പെർസ്പെക്റ്റീവ് കേൾക്കുക, എന്നിട്ട് ചിന്തിക്കുക എന്തെങ്കിലും ഈ പറഞ്ഞത് മേക്ക് സെൻസ് ചെയ്യുന്നുണ്ടോ. എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ സമയം തന്നെ ഇപ്പോൾ 1 മണിക്കൂറായി. അപ്പം ഞാൻ ഇനി അതിൻ്റെ ആദ്യത്തെ വീഡിയോ എനിക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഇടേണ്ടതൊക്കെ പഠിക്കണം. അപ്പം ഞാൻ ഇട്ടിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. സംസാരിക്കുക, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടുക, ആരെങ്കിലും ഒരാളെങ്കിലും മാറി ചിന്തിക്കുന്നെങ്കിൽ, അവരുടെ കുടുംബം മാറി ചിന്തിക്കുന്നെങ്കിൽ അത് തന്നെ എനിക്ക് വളരെ കാര്യം. ഇതിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫോ എൻ്റെ എന്താണ് വാട്ട് ഈസ് ഇൻ മൈ ബാഗോ ഇതൊന്നും കാണത്തില്ല. ഇങ്ങനെയുള്ള സംസാരങ്ങൾ മാത്രമേ കാണുള്ളൂ. അപ്പം ഇങ്ങനെ സംസാരിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക. ഓക്കെ, ശരി. എന്നാൽ ഇനി കാണും വരെ വണക്കം.